എ ഈക്വൽ ടു 1 2 3 എക്സെട്ര 10 എന്ന ഗണത്തിൽ ഒറ്റ സംഖ്യകൾ മാത്രം ഉൾപ്പെടുന്ന എത്ര ഉപഗണങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഗണം അല്ലെങ്കിൽ സെറ്റില് n എലമെന്റ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ ഉപഗണം അതായത് സബ്സെറ്റിൽ എത്ര എലമെന്റ്സ് കാണും? 2n എലമെന്റ്സ് കാണും അല്ലെ? അപ്പൊ നമ്മളുടെ ഈ എ എന്ന് പറഞ്ഞ സെറ്റിൽ അതായത് ഈ ഗണത്തില് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സാണ് ഉള്ളത്. പക്ഷെ നമുക്ക് എങ്ങനത്തെ മതി? ഒറ്റ സംഖ്യകൾ മാത്രമുള്ള ഉപഗണങ്ങൾ മതി. അപ്പൊ ഒറ്റ സംഖ്യകൾ മാത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ബി എന്ന് പറഞ്ഞിട്ട് സെറ്റ് ആയിട്ട് അതിനെ എടുത്താൽ 1 3 5 7 9 ഇത്രയും നമ്പേഴ്സ് അല്ലേ ഇതിനകത്ത് ഒറ്റ സംഖ്യകളായിട്ട് വരുന്നുള്ളൂ. അപ്പം ഈ ബി എന്ന് പറഞ്ഞ സെറ്റ്, ഈ സെറ്റിന് എത്ര ഉപഗണങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? ഇവിടെ നമ്പർ ഓഫ് ബി എത്രയാണ്? ഇവിടെ 5 ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ ഉപഗണങ്ങൾ എത്ര എണ്ണം വരും? അതായത് സബ്സെറ്റ്സ് എത്ര എണ്ണം വരും? 2n. അതായത് എത്ര? 2/5. എലമെന്റ്സ് ഓഫ് ബി എത്രയാണ്? 5 അല്ലേ? അപ്പൊ 2n ഈക്വൽ ടു 2/5 എന്ന് വരും. അതായത് എത്ര? 32 ആണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട്, എന്താ? ഇതിന്റെ ഒരു സെറ്റിന്റെ സബ്സെറ്റുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എം ഡി സെറ്റ് മാത്രമായിട്ട് ഒരു സബ്സെറ്റ് വരത്തില്ലേ? ഒരു ഉപഗണം എം ഡി സെറ്റ് മാത്രമായിട്ട് വരും. പക്ഷെ നമ്മളുടെ ചോദ്യം എന്താണ്? ഒറ്റ സംഖ്യകൾ മാത്രം ഉൾപ്പെടുന്ന ഉപഗണങ്ങൾ എന്നാ. അപ്പൊ ഈ എം ഡി സെറ്റ് അതിനകത്ത് വരില്ല. അപ്പൊ ഈ 32 ഉപഗണങ്ങളിനകത്ത് ഈ എം ഡി സെറ്റിന്റെ ഒരു സെറ്റ് കുറയ്ക്കണം. അപ്പൊ നമുക്ക് അത്ര ആയിരിക്കും ഉത്തരം വരുന്നത്? 32 - 1, അതായത് 31 ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത്.